ഇക്കിഗായ് എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ടേമാണ്. ഇക്കിഗായ് എന്നുള്ള ജാപ്പനീസ് ടേമിൻ്റെ അർത്ഥം എന്നുള്ളത് എ റീസൺ ഫോർ ബീയിങ് എന്നാണ്. റീസൺ, ജീവിക്കാനൊരു കാരണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊരു കാരണം വേണം അല്ലേ, ഒരു പേർപ്പസ് വേണം അല്ലേ, റീസൺ ഫോർ ബീയിങ്. ഇക്കിഗായിൽ പറയുന്നത് എന്താ വെച്ചാൽ 4 കാര്യങ്ങളാണ് നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ കരിയർ എന്ന് പറഞ്ഞാൽ എന്താ? കരിയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലിയോ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ അല്ല. അടുത്ത 40 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് എന്ത് കരിയർ എന്നുള്ളത്. ഇതേതാ വർഷം? 2023. 40 കൊല്ലം കഴിഞ്ഞ് നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ മാറ്റങ്ങൾ ആ ലോകത്ത് വന്നിട്ടുണ്ടാവും, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആർക്കും വിളിച്ചു പറയാം? റോബോട്ട്സ് ഒക്കെ ഇപ്പം തന്നെ ഇല്ലടാ. എന്ത് റോബോട്ട്? AI ഇപ്പോൾ തന്നെ ഉണ്ട് അല്ലെ, എന്ത് ഒരു സ്പെസിഫിക് ആയി അല്ലേ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, വീടുകളിലൊക്കെ ടെറസിലായിരിക്കും നമ്മുടെ കാറൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് ഇറങ്ങുക. മാർസിൽ, വെരി ഗുഡ്, മാഷാഅല്ലാ, വെരി ഗുഡ്. എന്താണ് മാർസിലായിരിക്കും നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടാവുക. അവിടെയൊക്കെ നല്ല ചൂടും ഇടയ്ക്ക് ഭയങ്കര മഴയൊക്കെ അല്ലേ. മാർസിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. എന്നിട്ട് എന്തായിരിക്കും, വല്ല എന്താ പറയുക, ശനി ഞായറൊക്കെ ആകുമ്പോൾ അപ്പുറത്തേക്ക് നിങ്ങളെ ഉമ്മാനി വാപ്പാനെയൊക്കെ കാണാൻ നിങ്ങൾ വല്ല സ്പേസ് ക്രാഫ്റ്റിലൊക്കെ വന്ന് ഇങ്ങനെ ഭൂമിയിലോട്ട് വരും ടൂറിസ്റ്റുകളായിട്ട്. എന്നിട്ട് ഒരു തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ മാർസിലോട്ട് തിരിച്ചു പോകും. കാരണം ഇവിടെ ഒന്നും ജീവിക്കാൻ കൊള്ളൂല അല്ലെ, ഔട്ട്ഡേറ്റഡ് ആയി പോയി. പിന്നെ ഹോളോഗ്രാം അല്ലേ. ഇവിടെ എന്താണ് ഉമ്മ പറയും, ടീൻ സ്പേസിന് പോകണം. ടീൻ സ്പേസിന് ഞാൻ എൻ്റെ ഹോളോഗ്രാം നമ്പർ 3 പറഞ്ഞേക്കും. ഹോളോഗ്രാം നമ്പർ 4 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയാണ് അല്ലേ. ഹോളോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നിങ്ങളുടെ ഒരു രൂപ അതേപോലെ എന്ത് ചെയ്യും വന്നിരിക്കും അല്ലേ. എന്തൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കൂല എന്നൊക്കെ അങ്ങ് തോന്നുന്നുണ്ടാവും അല്ലേ. ഇതൊക്കെ ഇയാൾ എന്തൊക്കെ ഭ്രാന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. 10 കൊല്ലം മുമ്പ് ഞാനൊരു ടീൻ സ്പേസിന് ഇതേപോലെ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ മുമ്പിൽ ഈ ഫോണല്ല, എൻ്റെ പഴയ ഒരു ഫോണുണ്ട്, നോക്കിയ 1100 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെക്കണ ഒരു ഫോണുണ്ട്. ആ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ഈ ഫോണൊന്നല്ല ഫോണ്, പുതിയ ഫോണൊക്കെ വരാനുണ്ട്, അതിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, ക്രിക്കറ്റ് കാണാൻ പറ്റും, അതേപോലെ തന്നെ അതിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, ട്രാവലിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾ എന്തൊരു ഭ്രാന്താ പറയണമെന്നല്ലേ. ബട്ട് ലുക്ക് അറ്റ് വേർ വി ആർ ആഫ്റ്റർ 10 years. ഇപ്പം എന്താണ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് മാറും അല്ലേ. അപ്പം 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതാണ് പാഷൻ. എന്താ പാഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അല്ലേ. എല്ലാവരും പറഞ്ഞ കാര്യമാണ് പാഷനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എന്താ പാഷൻ എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. രാത്രി 12 മണി, നല്ല മഴ, ഉഷാറായിട്ട് പുതച്ചു മൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിളിച്ചുണർത്തി, ഞാൻ വന്ന് വിളിച്ചുണർത്തി, എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? ചീത്ത വിളിക്കും, തെറി വിളിക്കും, ദേഷ്യം വരും അല്ലേ. ചെറിയൊരു കോണ്ടെക്സ്റ്റിൽ ട്വിസ്റ്റ് കൊണ്ടുവരാം. ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ട് പറയാണ്, ഇപ്പം നമ്മളൊരു ട്രിപ്പ് അടിച്ചാൽ നേരെ ഊട്ടിക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് രാവിലെ നല്ല കോടമഞ്ഞിൽ ഇങ്ങനെ ചുരമൊക്കെ കയറി ഇങ്ങനെ പോകാൻ എന്തൊരു രസമായിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഊട്ടിക്ക് വരാൻ റെഡി ആയിരിക്കും? യെസ്. അല്ലെങ്കിൽ പറയാണ്, നല്ല ബിരിയാണി, ഇപ്പം ദമ്മ് പൊട്ടിക്കാത്ത ബിരിയാണി അടിപൊളി ഉണ്ട്, അത് പൊട്ടിച്ച് നല്ല ചൂടോടുകൂടി നല്ല ബിരിയാണി ഇപ്പം തിന്നാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ റെഡി ആയിരിക്കും? ബിരിയാണിയോ മന്തിയോ എന്താ വെച്ചാൽ വാട്ട് എവർ യു ലൈക്ക് അല്ലേ. എന്നിട്ട് ഉറങ്ങണ ചില ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം എന്താണ്, ഈ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ചില ആൾക്കാരെ പാഷൻ. ആദ്യം കൈയൊക്കെയോ അല്ലേ. ഫുഡ് അടിക്കുക എന്നുള്ളതാണ് രണ്ടാമത് കൈവോക്കിയ ആൾക്കാരൊക്കെ പാഷൻ. എന്നിട്ട് ഉറങ്ങണവരുടെ പാഷൻ എന്താണ്? ഉറങ്ങുക എന്നുള്ളത് അവരുടെ ഒരു എന്താണ്, ഫാഷനാണ് അല്ലേ. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാതിരാത്രിക്കും വിളിച്ചുണർത്തുന്നത് എന്താണോ അതാണ് നമ്മുടെ പാഷൻ. ഓക്കെ, പാഷൻ. പക്ഷേ ഈ പാഷൻ നമുക്ക് എപ്പോഴും കരിയറാക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ട്രിപ്പ് പോവുക എന്നുള്ളത് കരിയറാക്കാൻ പറ്റുമോ എല്ലാവർക്കും? മേ ബി ഇങ്ങനെ ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഇവിടെയാണുള്ളത് എന്താണ് എന്ന് പറയുന്ന വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒഴികെ. അല്ലെങ്കിൽ ഫുഡ് അടിക്കുക എന്നുള്ളത് ഒരു കരിയറാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ വന്നെന്ന് പറഞ്ഞ് ഫുഡ് വ്ളോഗേഴ്സൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? ഞാനുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് ഇന്ത്യൻ ടീം കളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കളിക്കാൻ അറിയോ? ഇല്ല. കളിക്കാൻ മര്യാദ കളിക്കാൻ അറിയോ? ഇല്ല. അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യമാണ് എന്ത്, പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു ആർ ആക്ച്വലി ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിനാണ് ഉഷാർ, ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്തിനാണ് ഉഷാറെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ കണ്ടെത്തണം. അത് ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും. മാത്സിൽ അടിപൊളിയായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, നന്നായി വായിക്കുന്ന ആൾക്കാരുണ്ടാവും, നന്നായി എഴുതുന്ന ആൾക്കാരുണ്ടാവും, നന്നായി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും, നന്നായി ഫുട്ബോൾ കളിക്കുന്ന അല്ലേ, ഭാവി റൊണാൾഡോമാരോ മെസ്സിമാരൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും അല്ലേ. അതാണ് എന്ത്,
പ്രൊഫഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇത് കണ്ടെത്താൻ നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുങ്ങി ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരുന്നാൽ പോരാ, എല്ലാവരോടും സംസാരിക്കണം, അല്ലേ? ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം പറഞ്ഞു. ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണം എന്ന് വിചാരിക്കും ഒരാൾ, പ്രസവെടുക്കുന്ന ഡോക്ടർ. ഒരു ഗൈനക്കോളജിസ്റ്റ് പറയുകയാണ്, ഞാൻ രാവിലെ 9 മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ? കാരണം ഒരാളെപ്പോഴും പ്രസവിക്കാറിയാൻ പറ്റുമോ? പാതിരാക്കാണെങ്കിൽ പോകേണ്ടി വരും. ഇപ്പോൾ എൻ്റെ വൈഫ് 2 ആഴ്ച മുമ്പ് പ്രസവിച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട്, ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പോയിട്ടുള്ളൂ, നേഴ്സ് പറയാണ്, ഇപ്പോൾ പോയിട്ടുള്ളൂ ഡോക്ടർ. അപ്പോൾ ആ സാധു ഉറങ്ങാൻ പോയതാണ്. രാവിലെ 5 മണിക്ക് അവൾക്ക് പ്രസവവേദന വന്നത്. 3 മണിക്ക് ഡോക്ടർ വീട്ടിൽ പോയിട്ടുള്ളൂ. 5 മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്തേണ്ടി വന്നു? തിരിച്ചു വരണ്ട, അല്ലേ? അതാണ് ആ ഡോക്ടറുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടിയാണ് കരിയറിൻ്റെ കൂടെ ചൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് സ്യൂട്ടബിൾ ആണോ നമ്മൾ ആലോചിക്കണം. നമ്മളൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ആലോചിക്കണം. ഓക്കെ, അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? ഇതിങ്ങനെ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച്, നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു എഞ്ചിനീയർ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ്? മിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ദ വേൾഡ് നീഡ്സ്. എന്താ? ലോകത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ലോകത്തിന് ഉപകാരമുള്ള കാര്യമാവണം. പണം ഉണ്ടാക്കാൻ 1000 മാർഗങ്ങളുണ്ട്. കള്ളക്കടത്ത് നടത്താം, കഞ്ചാവ് കടത്താം, കഞ്ചാവ് വിൽക്കാം, അല്ലേ? എന്തൊക്കെ ചെയ്യാം, അല്ലേ? ഗുണ്ട സംഘം നടത്താം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി ഷുഡ് ആഡ് വാല്യൂ ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലോട്ട് വേണം. ഞങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. റിച്ചാർഡ് ട്യൂറേർ എന്ന് പറയുന്ന ഒരു കെനിയൻ കുട്ടിയുടെ ഒരു ടെഡ് ടോക്ക് ഉണ്ട്. എത്ര ആൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പോയില്ലെങ്കിൽ ഇന്ന് പോയി കാണാം. നിങ്ങളെ പകുതി വയസ്സുള്ള 10 വയസ്സുള്ള അല്ലെങ്കിൽ 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ടോക്കാണ്. 10 മിനിറ്റ് ടോക്ക്. തൻ്റെ കെനിയയിലുള്ള ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ വീട്ടിലെ അവൻ്റെ വീട്ടിലുള്ള വളർത്തുന്ന ആടിനെയും പശുവിനെയും സിംഹം വന്ന് തിന്നു രാത്രി. നിങ്ങളെ വീട്ടിലേക്ക് രാത്രി സിംഹം വരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സിംഹത്തിനെ ഓടിക്കാൻ വേണ്ടി അവൻ ചെയ്ത ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞു. എല്ലാവരും വീട്ടിൽ പോയിട്ട് കാണാം. അതൊരു ഹോംവർക്കായി തരാം. നിങ്ങൾക്ക് ഇൻസ്പയറിങ്ങോ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഉപകാരമുള്ള കാര്യമായിരിക്കണം. അങ്ങനെയുള്ളവരാ ലോകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റീവ് ജോബ്സ്, അല്ലെ? ആരാ സ്റ്റീവ് ജോബ്സ്? ആപ്പിളിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആള്, അല്ലേ? എലോൺ മസ്ക്, ടെസ്ല, അല്ലേ? സ്പേസ് എക്സ്, ലോകത്തിന് പുതിയ കാര്യങ്ങൾ, പേപാൽ, ഇതൊക്കെ സംഭാവന ചെയ്ത ആരാണ്? എലോൺ മസ്ക് ആണ്. ലോകത്തിന് വാല്യൂ ആഡ് ചെയ്യുക. 4ാമത്തെ കാര്യമാണ് വൊക്കേഷൻ. ചെയ്യുന്നതിന് എന്ത് വേണം? നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, ഒരു പൈസ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കുക. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? എന്തൊക്കെയാന്ന് പറയോ? ഫസ്റ്റ് എന്താ? പാഷൻ. 2ാമത്തെ എന്താ? പ്രൊഫഷൻ. 3ാമത്തെ എന്താ? മിഷൻ. 4ാമത്തെ എന്താ? വൊക്കേഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരു കോളർ എടുത്ത്, ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. ഈ 4 കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും.